ഹായ്, വെൽക്കം ബാക്ക് ടു മാജിക് ലൂപ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാൻഡലിൻ്റെ സോൾ പാർട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും ഈ സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണെന്ന് അറിയാം. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിരുന്നു സോൾസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൂ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല സൈഡ് ആദ്യം ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഇപ്പോൾ ഇതാണ് നല്ല സൈഡ്, ഇത് ബാക്ക് സൈഡ് അല്ലെങ്കിൽ റോങ് സൈഡ് എന്ന് പറയും. അപ്പോൾ ഈ റോങ് സൈഡ്സ് രണ്ടും ഇങ്ങനെ ചേർത്ത് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു ബാലൻസ് നിൽക്കുന്ന എൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ രണ്ടിൻ്റെയും ഒരേ സൈഡിലേക്ക് വെച്ചിട്ടല്ല ഇവിടെ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ ഒരേ സൈഡിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കുറച്ചിങ്ങനെ കട്ടിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻഡ് ഇങ്ങനെ വലിച്ചിട്ട് ജസ്റ്റ് കണ്ടോ ഇങ്ങനെ അകത്തേക്ക് ആക്കി വെക്കുക. കണ്ടോ നീറ്റായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ അറിയത്തില്ല. എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് ഇവിടെ ഇങ്ങനെ വെക്കണോ അലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ഈ എൻഡിനെ ഇങ്ങനെ അകത്തേക്കാക്കി വെക്കും. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാർട്ട് എടുക്കുക. അതിൻ്റെ റോങ് സൈഡ് ഇപ്പം ഞാൻ മേലേക്കായിട്ട് ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ സൈഡ്സിലൂടെ ഇങ്ങനെ ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ സൈഡ്സിലൂടെ ഗ്ലൂ ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഈ എൻഡ് ഈ പീസിൻ്റെ ഈ എൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് വരുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഈ ഓരോ സ്റ്റിച്ചും കണ്ടോ ഈ ചെയിൻ പോലെയുള്ള നമുക്ക് കാണാമല്ലോ, അതിങ്ങനെ അലൈൻഡ് ആയിട്ട് വരുന്ന പോലെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നോക്കൂ നമ്മുടെ സോളിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് വർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ബോഡി പാർട്ട് ചെയ്യാനായിട്ട് ഈ ഓഫ് വൈറ്റ് കളറിയാണ് ഡബിൾ തിക്നെസ്സിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഹുക്ക് സൈസ് ശ്രദ്ധിക്കുക. 3 mm ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ സോൾ പാർട്ട് ചെയ്യാനായിട്ട് 4 mm അല്ലേ യൂസ് ചെയ്തേ, ഇത് ഞാൻ 3 യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്തതിൽ ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ നമ്മുടെ നേരെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഫ്രണ്ട് ബാക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ മിഡിലെ 1 2 അപ്പോൾ ഈ സെൻറ്ററിലെ 2 സ്റ്റിച്ചസ് കണ്ടല്ലോ, ഇതിലെ ഈ റൈറ്റിലെ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് കേട്ടോ, അതായത് ഇത് ശ്രദ്ധിക്കുക. സെൻറ്ററിലെ 2 സ്റ്റിച്ചസ് ഇതാണ്. അത് റൈറ്റിലെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് മുതൽ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇതാ കണ്ടോ, ഇതാണ് 16th സ്റ്റിച്ച്. അത് നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്ന് ഇങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ സൈഡ് നോക്കുക. ഇത് സെൻറ്ററിലെ 2 സ്റ്റിച്ചസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലെഫ്റ്റിലെ സ്റ്റിച്ച് ഇതല്ലേ, അത് കഴിഞ്ഞിട്ടും കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇതാ വരിക സ്റ്റിച്ച്. അത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഈ മേലത്തെ ബോഡി പാർട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. ചെയ്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഈ ഒരു വി ലൂപ്പില്ലേ, ഇത് ചെയിൻ നമുക്ക് കാണാമല്ലോ, അതിലെ ബാക്ക് ലൂപ്പിൽ മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എടുത്ത് നോക്കി അറിയാം. കണ്ടോ, ഇതാണ് കണ്ടോ ബാക്ക് ലൂപ്പ്. ഫ്രണ്ട് ലൂപ്പ് ഇവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്ക് ലൂപ്പിൽ മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക. അപ്പം ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഈ വൈറ്റ് കളർ യാണിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്ലിപ്പ് നോട്ട് ആദ്യം തന്നെ ആഡ് ചെയ്ത് വെക്കാം. ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതാണല്ലോ ഇപ്പോൾ റിമൂവ് ചെയ്ത സ്റ്റിച്ച്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ബാക്ക് ലൂപ്പ് ഇത് ഫ്രണ്ട് ലൂപ്പാണ്. ആ ബാക്ക് ലൂപ്പിൽ മാത്രമായിട്ട് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു.
ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. ദെൻ ഈ ഇട്ട് വെച്ചിരിക്കുന്ന സ്ലിപ്പ് നോട്ടിനെ സ്ലിപ്പ് നോട്ടിനെ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുക്കുക. സ്ലിപ്പ് നോട്ടിനെ മാത്രം ഈ എൻഡ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ 2 ചെയിൻസ് ആഡ് ചെയ്യാം കേട്ടോ. 1 2 ചെയിൻസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. ശ്രദ്ധിക്കുക, ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിലും നമ്മൾ വർക്ക് ചെയ്യും. അതിലെല്ലാത്തിലും ഈ ബാക്ക് ലൂപ്പ് മാത്രമാണ് വർക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാമല്ലേ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് അടുത്തതിൻ്റെ ഈ ബാക്ക് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ യാൺ നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്യണം. സോ ഇതിനിങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അകത്ത് കൺസീൽ ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒരെണ്ണം വർക്ക് ചെയ്ത് കൊടുത്തു. ഇനി തുടർന്നും ഈ സെയിം സംഭവമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ബാക്ക് ലൂപ്പിൽ മാത്രമായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്തതിൽ വർക്ക് ചെയ്യുന്നു. കണ്ടോ? അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ എൻഡ് കാണുന്ന പോലെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഈ ഫസ്റ്റ് റൗണ്ട് മൊത്തം ഈ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്ക് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ടോട്ടൽ 15 സ്റ്റിച്ചസിൽ ചെയ്യണം. 16th നമ്മൾ ഈ ന്യൂ കളർ യാൺ അറ്റാച്ച് ചെയ്ത് 2 ചെയിൻസ് ആഡ് ചെയ്തത്. സോ അത് കഴിഞ്ഞ് ഉള്ള നെക്സ്റ്റ് 15ൽ കണ്ടിന്യൂസ്ലി ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 15 കഴിഞ്ഞ് 16 17 ഇത് രണ്ടും ആണല്ലോ നമ്മുടെ മിഡിൽ സ്റ്റിച്ചസ്. അതിനെ മറക്കാതെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഈ 2 സ്റ്റിച്ചസും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതായത് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി 1 2 സ്റ്റിച്ച് മാർക്കർ കിടക്കുന്ന ആ സ്റ്റിച്ച് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. ഇനി ഇത് ഫൈനലായിട്ട് ആ സ്റ്റിച്ച് മാർക്കർ കിടക്കുന്ന ആ സ്റ്റിച്ചിലും കൂടെ നമുക്ക് ഈ സെയിം സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് വീണ്ടും 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2 എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വർക്ക് ചെയ്യാം. അടിപാട്ട് മൊത്തം 4 റൗണ്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തല്ലേ. ഇനി നോക്കൂ, ഇതിൽ നിന്നാണ് 2 ചെയിൻസ് പോയിക്കണേ. ഇനി നമ്മളിങ്ങനെ ടേൺ ചെയ്തിട്ട് തൊട്ടടുത്തത് ഇവിടെ കേട്ടോ. അടുത്ത സ്റ്റിച്ച് ഇതിലേക്കല്ല, ഇതിലേക്ക് സെയിം ചെയ്യാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. പക്ഷെ നോക്കൂ, ഇതുപോലെ 2 ലൂപ്സിലേക്കും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇവിടെ നമ്മൾ ഒരു ലൂപ്പിൽ മാത്രമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫസ്റ്റ് 1 ചെയ്തു. ഇനി വേറെ ഒന്നുമില്ല. ഈ റൗണ്ട് മൊത്തം ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് തന്നെ ഇങ്ങനെ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ കിടക്കുന്ന അതുവരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റെ ആ സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ 2 സ്റ്റിച്ചിൽ നിന്നും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഈ സെയിം തന്നെ ഓരോ ഇത് തന്നെ ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്ത് കൊടുത്തിട്ട് ആ 2 സ്റ്റിച്ചിലേക്കും തിരിച്ച് സ്റ്റിച്ച് മാർക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർക്കുണ്ടാവും ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് സ്റ്റിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലാണ് അത് ആക്ച്വലി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ റൗണ്ടും ഇതിങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്ത് ഇങ്ങനെ ഈ റൗണ്ടും ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റഡ് ആവും. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് ചെയ്ത പോലെ തന്നെ 2 ചെയിൻസ് ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് വർക്ക് ഇങ്ങനെ ടേൺ ചെയ്യാം. ഇനി എന്നിട്ട് നമ്മളിത് ഇതിൽ ഇവിടെ അല്ലേ വർക്ക് ചെയ്ത് ഇനി ഇതിലേക്ക് കേട്ടോ തൊട്ട്
ഇതിലേക്ക് സെയിം ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഒരെണ്ണം ചെയ്തു. ഇനി വീണ്ടും ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് മാർക്കർ കിടക്കുന്ന അതുവരെ നമ്മളിങ്ങനെ ഓരോ സ്റ്റിച്ചായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതപ്പം ഞാനിങ്ങനെ ആ സ്റ്റിച്ച് മാർക്കർ കിടക്കുന്നതിൻ്റെ സ്റ്റിച്ചിൻ്റെ തൊട്ട് മുന്നിലെ സ്റ്റിച്ച് വരെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ നെക്സ്റ്റ് 2 സ്റ്റിച്ചസ്, അതായത് സ്റ്റിച്ച് മാർക്കർ കിടക്കുന്നതും അതിൻ്റെ തൊട്ടിപ്പുറത്തെയും അത് തമ്മിൽ ചേർത്ത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറഞ്ഞ സ്റ്റിച്ച് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റിച്ച് മാർക്കറും അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഈ സ്റ്റിച്ച് അത് തമ്മിൽ ചേർത്തിട്ടും ഈ സെയിം സ്റ്റിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ മുതൽ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് വന്നത്. അപ്പം നമുക്ക് ആ HDC ഡിക്രീസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സ്റ്റിച്ച് മാർക്കർ ഊരണം ആദ്യം തന്നെ. എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന ആ 2 സ്റ്റിച്ചസ് സ്റ്റിച്ച് മാർക്കർ കിടന്നിരുന്നു അതിൻ്റെ തൊട്ട് മുന്നത്തെ. അപ്പോൾ ഈ 2 സ്റ്റിച്ചസും കൂടെ ചേർത്ത് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ച് മാർക്കർ കിടന്നതും അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റിച്ചും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ 3 ലൂപ്സ് കിട്ടും. എന്നിട്ട് നമ്മളിവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പകരം അടുത്ത സ്റ്റിച്ചിലൂടെ ഒരു ലൂപ്പ് കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 ലൂപ്സ് ഉണ്ടാവും. ആ എല്ലാ ലൂപ്സിൻ്റെ അകത്തൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ അതവിടെ നമ്മൾ ഈ 2 സ്റ്റിച്ചസിനെയും കൂടെ ഡിക്രീസ് ചെയ്തു. ഇതൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസായി. ഇനി ഈ സെയിം സംഭവം തൊട്ട് അടുത്ത 2 സ്റ്റിച്ചസിലും കൂടെ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ 3 ലൂപ്സ് ഉണ്ടാവും. എന്നിട്ട് അഗെയിൻ അടുത്തതിൻ്റെ അകത്തൂടെയും കൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 ലൂപ്സ് ഉണ്ടാവുക. ആ 4ൻ്റെ അകത്തൂടെ ഒരു പുതിയ ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ HDC 2 ടുഗദർ സ്റ്റിച്ച് നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്ത ആ 2 സ്റ്റിച്ചസ് ഉണ്ടല്ലോ, അത് രണ്ടും സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ ആവശ്യമുണ്ട്. എന്നിട്ട് ബാലൻസ് ഇനി കാണുന്ന എല്ലാ സ്റ്റിച്ചിലും ഓരോ HDC വീതം ചെയ്ത് ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ 3 റൗണ്ട്സ് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി ലാസ്റ്റ് റൗണ്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും 1 2 ചെയിൻസ് ആഡ് ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ഇനി ഈ പറഞ്ഞ പോലെ ഈ സ്റ്റിച്ചിലേക്ക്, ഇതിലേക്കല്ല, ഇനി നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ഈ സ്റ്റിച്ചിലേക്ക്, ഇതിലേക്കല്ല, ആദ്യം തന്നെ ഒരു HDC ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ കിടക്കുന്ന സ്റ്റിച്ച് വരെ HDC കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ കിടക്കുന്ന അതുവരെ HDC സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 സ്റ്റിച്ച് മാർക്കറും റിമൂവ് ചെയ്തിട്ട് ആ 2 എണ്ണവും കൂടെ നമ്മൾ ഡിക്രീസിങ് ചെയ്യണം. അതായത് ആദ്യത്തേൽ നമ്മൾ ഒരു ലൂപ്പ് വലിച്ചെടുത്തു, ദെൻ അടുത്തേൽ വലിച്ചെടുത്തു, ഇങ്ങനെ അത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് ഒരു HDC ഡിക്രീസ് ചെയ്തു. ഇനി വേറെ ഒന്നുമില്ല, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ബാലൻസ് ഉള്ള ഓരോ സ്റ്റിച്ചസിലും ഓരോ HDCയും കൂടെ ചെയ്താൽ നമ്മുടെ 4th റൗണ്ട്, നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ വർക്ക് നമുക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബാലൻസ് ഉള്ള സ്റ്റിച്ചസിലും ഓരോ സ്റ്റിച്ചിലും ഓരോ HDC വീതം തന്നെയായിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബോഡി പാർട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബട്ടൺ ഇങ്ങനെ ലോക്ക് ചെയ്യാനുള്ള ഒരു സംഭവം ചെയ്തെടുക്കണം. അത് സിമ്പിളാണ്. നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. 8 ചെയിൻസ് ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8. ഈ ചെയിൻസിൻ്റെ നമ്പർ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു യൂസ് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ സൈസിന് ആപ്റ്റായ ഒരു സൈസ് കിട്ടാനാണ് 8 ചെയിൻസ് ഇട്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ബട്ടണാണോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ബട്ടൺ കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. അതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബട്ടൻ്റെ സൈസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ 8 ചെയിൻസ് ഇട്ടു. അതിനുശേഷം ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ കിട്ടണം. അപ്പോൾ ലൂപ്പ് പോലെ കിട്ടാനായിട്ട് ഇത് ഈ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, ഈ ഇങ്ങോട്ട് ഇവിടെ നിന്നല്ലേ ഈ ഒരു ചെയിൻ പോലെ വി പോലെ ഇല്ലേ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ തിരിച്ച് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് വഴി അറ്റാച്ച് ചെയ്യും.
ഇങ്ങനെ ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഓൾറെഡി ഹുക്കിൽ കിടക്കുന്ന ആ ലൂപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുക്കും. അതാണല്ലോ സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മൾ മുന്നത്തെ പല പ്രൊജക്റ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ യാണിനി നമുക്കത് ഹൈഡ് ചെയ്ത് കൊടുക്കണം ബാലൻസിൽ. അപ്പോൾ ഹൈഡ് ചെയ്യാനുള്ള നീഡിൽ അറ്റാച്ച് ചെയ്ത് ഹൈഡ് ചെയ്യാനുള്ള ഒരു ലെങ്ത് അങ്ങ് വിട്ടിട്ട് കംഫർട്ടബിളായിട്ട് ചെയ്യാനുള്ളൊരു ഇത് വിട്ടിട്ട് ആ എൻഡിനെ നമുക്ക് ഇനിയിപ്പോൾ ആ ഹുക്കിൽ കിടക്കുന്ന ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിടുക. കണ്ടോ? ഇനി ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാ എപ്പോഴും ചെയ്യാറില്ലേ അതുപോലെ ഈ എൻഡിനെ ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു നീഡിലെടുത്തിട്ട് അതിൽ യാണ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതിനെ ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഹൈഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ റൂൾസ് ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ അകത്തേക്ക് ഓൾറെഡി ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചസിൻ്റെ അകത്തേക്കായിട്ട് ഇങ്ങനെ ഇതിനെ ഹൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് ഇത്ര ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ പിടിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ഒരു ബട്ടണും പിന്നെ നമ്മുടെ നോർമൽ സൂചി നൂലും ഉണ്ടല്ലോ, മെഷീൻ നൂല്, അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബട്ടൺ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സാധാ ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന പോലെ ഇത് ഇങ്ങനെ വെക്കുക. അതിൻ്റെ നല്ല സൈഡ് ഇങ്ങനെ മേലേക്ക് ആവുന്ന പോലെ വെച്ചിട്ട് ഇതാ ബട്ടൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബട്ടൺ ഹോളിലൂടെ എടുത്തിട്ട് ഈ മെഷീൻ ത്രെഡ് ഉണ്ടല്ലോ അതൊരു 3-4 മടക്കൊക്കെ ഏറ്റെടുത്തോളൂ, കുറച്ച് കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇത് വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുക. സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ഡ്രസ്സിലൊക്കെ ബട്ടൺ പിടിപ്പിക്കത്തില്ലേ അതുപോലെ ഊരിപ്പോവാത്ത തരത്തിൽ സെക്യൂറായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഇത് രണ്ടും കൂടെ ടൈ ചെയ്ത് കൊടുക്കും. നന്നായിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചെയ്ത് കാണിച്ചത് ലെഫ്റ്റ് ലെഗിൻ്റെയാണ്. അതുപോലെ റൈറ്റും ചെയ്തെടുക്കുക. റൈറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലെഫ്റ്റ് ഇപ്പോൾ എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ, സോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഇവിടെ ബാക്ക് ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നല്ലേ ഈ വൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ നേരെ റിവേഴ്സ് ചെയ്യണം. അതായത് ഈ സൈഡിൽ നിന്ന് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലൂപ്പ് ഉണ്ടല്ലോ, അതായത് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും. അപ്പോൾ ഈ ബാക്ക് ലൂപ്പ് ഇങ്ങനെ ഇതിൽ കൂടെ വേണം വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇതിൻ്റെ ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ ബാക്ക് ലൂപ്പ് ഇവിടെ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ട്യൂട്ടോറിയൽ കാണിച്ചത് എങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുതിയാണ് അറ്റാച്ച് ചെയ്തു അല്ലേ, ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത്. അപ്പോൾ അതിന് പകരം നമ്മൾ റൈറ്റിൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ, അതായത് ഇപ്പോൾ ഇങ്ങനെയല്ലേ കാണുന്നുണ്ടാവുക, അതിലതാ ഇതിലൂടെ കണ്ട ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബട്ടൺ ഇടുന്ന ആ ലൂപ്പ് ഉണ്ടല്ലോ അത് 2 കാലിൻ്റെയും ഡിഫറൻസ് ഉണ്ടാവും. കണ്ടോ, റൈറ്റിൻ്റെ ഇങ്ങനെ ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും ലൂപ്പ് നിൽക്കുക. ലെഫ്റ്റിൻ്റെ കണ്ടോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും ഇങ്ങനെ വരണമല്ലോ, 2ൻ്റെയും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ടോപ്പ് ബോഡി പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുന്നത് പൊസിഷൻ വ്യത്യാസമുണ്ട് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് രണ്ടും മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ ചെയ്തത് ലെഫ്റ്റ് ലെഗിലെയാണ്, സാൻഡലാണ്. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾക്ക് റൈറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം.